കല്യാണക്കാര്യം ചോദിച്ചാ അവക്ക് ഇപ്പോഴും ചെവി കേക്കില്ല. പുസ്തകത്തിലോട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഉണ്ണികൃഷ്ണനൊരു മോളുണ്ടല്ലോ, എന്താ അവളുടെ പേര്? മീനാക്ഷി. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണം കഴിക്കാൻ തിരക്ക് കൂട്ടേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കല്യാണം എന്നൊക്കെ പറയുന്നൊരു യോഗമാ മോനെ. മീനാക്ഷിയെ കൂടെ കൊണ്ടുവരായിരുന്നു. ഈ വരവ് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ സമ്മതിക്കില്ലല്ലേ? അതുകൊണ്ടല്ല, മീനാക്ഷി ഒരുപാട് മാറിപ്പോയി. മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ. ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക. പെട്ടെന്ന് തനിച്ചായ മീരെ, എന്റെ കൂടെ വരാം എങ്ങോട്ടെങ്കിലും. ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട്, സങ്കടം തോന്നിയിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പൊ വളരെ വൈകിപ്പോയി ഉണ്ണി, വളരെ. മുമ്പ് ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം. സാറിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും, പക്ഷേ ഒരക്ഷരം. വരൂ ഉണ്ണി. രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു. 3 മാസം ബോധമില്ലാതെ കിടന്നു. പിന്നെ ഈ കിടപ്പ. സംസാരിക്കില്ല. ഉള്ളി ചിലപ്പോ തിരിച്ചറിയുന്നുണ്ടാവാം. അച്ഛാ, ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടേതൊരു വല്ലാത്ത വിധിയ. എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ, വിടാതെ, എങ്ങോട്ടും വിടാതെ. ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ. കോളേജിൽ പഠിക്കുന്നവരാന്നാ തോന്നുന്നേ. ആണിനെയും പെണ്ണിനെയും ഒന്നും കണ്ടാ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഞാനാ വഴി കാണിച്ചു കൊടുത്തേ. എപ്പോഴാ? പിന്നെ ഇല്ലയോ, അവരൊക്കെ എവിടുന്ന് വരുന്നവരാ ചേട്ടാ? എന്താ? അല്ല, വേഷവും പകട്ടവും കണ്ട കളർ ടിവിന്ന് ഇറങ്ങി വരാന്ന് തോന്നു. ഇയാളോടെ പോവാ? ചൂണ്ടാൻ. എന്റെ ബോസ് ഇപ്പൊ എന്നോട് സംസാരിക്കാറേ ഇല്ല. സൂസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് വരട്ടിയാ തലയൂരിയത്. ഞങ്ങളിപ്പോ വിമൻസ് ക്ലബിന്റെ ഹോസ്റ്റലാ താമസം. താനും പോരെ. അതിനും മീനുന് നിർമ്മലാന്റെ കൂടെ താമസിക്കൂടെ? ഹലോ, ഇങ്ങോട്ട് വാ. സകലം പോത്തേച്ചു പോ. ബിജു വിട്ടുകളാ, നമുക്ക് തിരിച്ചു പോവാം. മെയിനിന്റെ ഒരു പേടി നോക്ക്. ഞണ്ട് കറി ഉണ്ടോ? ഞണ്ടും കരിമീനും തവളക്കാലും തരാം. ഇങ്ങോട്ട് കയറി വാ. അയ്യോ ദേ വേണ്ട കേട്ടോ, നമുക്ക് തിരിച്ചു പോവാം. വലിയ ഗമ അടിക്കുന്ന മീനിന്റെ മട്ട് മാറുന്നുണ്ടോ? ചേട്ടത്തിനെ പേടിച്ചാണെങ്കിൽ താൻ പോയിക്കോ, ഞങ്ങള് കയറും. റെഡി? ട്രീസയുടെ ക്യാമറ ചലിക്കട്ടെ. എല്ലാവരും ഫ്രെയിമിൽ വേണം. അത് ബുദ്ധിമുട്ടാണ്. എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. അയ്യടാ, ക്യാമറ ചലിച്ചു, മുന്നോട്ട് വരട്ടെ. ഇതവിടെ ഒരു കുഴിയുണ്ട്. കണ്ടു. കുഴിയിൽ നിന്നും മോന്തയിലേക്ക് വരട്ടെ. നമുക്ക് തിരിച്ചു പോവാം. മോന്തയിൽ നിന്ന് ആടിലേക്ക് പോട്ടെ. ആടിൽ നിന്ന് ഷാപ്പിലേക്ക്, നേരെ ഷാപ്പിലേക്ക് പോട്ടെ. ഒന്ന് പെട്ടെന്ന് വേണം. കുറച്ചുകൂടി സ്പീഡിൽ വരാം. വരട്ടെ. വന്നു അവിടെ നിൽക്കട്ടെ.
കള്ള് ബാറല്ല ഇത് കേരളത്തിന്റെ തനതായ ഷാപ്പാണ് ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഇത് ബോർഡിലേക്ക് പോട്ടെ ബോർഡില്ലേ ബോർഡിലേക്ക് വരൂ. ബോർഡ് വരൂ. ബോർഡാണ്. ഇനി ക്യാമറ അകത്തോട്ട് വരട്ടെ. ഒന്നില്ലേ? Come on. എന്താ ഇത്? Okay, I don't mind. This is natural thing of Kerala with natural people. One minute. Is our Naturally adulterated. Meet. മതി. ക്യാമറ കളി മതി. ഇനി ബാക്കി ഭാഗം വെള്ളിത്തിരയിൽ. നല്ല കള്ള അടിച്ചു. ഹലോ, എവിടെന്നാ? ഇരുന്നാട്ടെ. പ്ലീസ് കം, നമുക്ക് പോവാന്നേ. ഒന്നും കഴിക്കുന്നില്ലേ? പ്ലീസ് നമുക്ക് പോവാം. പ്ലീസ് കം ഹിയർ, നമുക്ക് പോവാം. കള്ള് ഷാപ്പല്ലേ? അതേലോ. ഒരു 2 കുപ്പികൾ പോരട്ടെ? മീനാക്ഷി, എന്ത് തെമ്മാടിത്തരായി കാണിക്കണേ? ഇവിടെ വരാൻ. ആ കൊച്ചിനെനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ഇത് നമ്മുടെ ഉണ്ണിയുടെ മകളല്ലയോ? പെണ്ണൊരുമ്പെട്ട മുടിയത്തെ ഉള്ള മുഖത്ത് നീ കരുതേക്കും അല്ലേ? വീട്ടിലേക്ക് വരാൻ. വീട്ടിലേക്ക് വരാൻ. മീനാക്ഷി, നിനക്കൊക്കെ വേണ്ടി ഞാൻ ഇവിടെ കൊല്ലുന്നത്. എവിടെയെങ്കിലും പോയി ചത്തുതല. എന്റെ കണ്ണിന്റെ മുഖം കണ്ടതിനെ ചുട്ട് ചാമ്പലാക്കും. തനിക്ക് ചിലപ്പോ ഈശ്വരപിള്ള ചേട്ടന്റെ ബാധ കയറും. അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ? ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. തെറ്റ് ശരിയൊന്നും അല്ലല്ലോ ഹരിർ സാറേ. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെ അപമാനിക്കരുതായിരുന്നു. വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് കൈയും കാലും തല്ലൊടിച്ചാലും സഹിക്കും. ജീവിക്കണ്ടെന്ന് കരുതി എന്തെങ്കിലും ചെയ്തു കളയോ വാരി സാറേ? പ്രായം അതല്ലേ, മാനക്കേടും സങ്കടവും കാരണം എന്റെ ഈശ്വര ഒന്നും വരുത്തല്ലേ. മിണ്ടായിരിക്കെ. ഷാപ്പിൽ കയറാൻ ധൈര്യം കാണിച്ച ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല. അവളിപ്പോ ഡോക്ടറുടെ അവിടെ കാണും. എനിക്ക് അവളെ കാണണം. അവളാകെ വല്ലാത്തൊരവസ്ഥയിലാ. ഞാൻ അവളെ, എനിക്കതാ പേടി. അവള് വല്ല അവിവേകം. എടാ, നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു. എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു. കുറെ കരയട്ടെ എന്ന് ഞാനും കരുതി. അങ്ങനെയെങ്കിലും ആ ടെൻഷൻ അങ്ങ് മാറുമല്ലോ. അവൾക്ക് ശരിക്കും കുറ്റബോധം ഉണ്ടടാ. ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കയറാൻ അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല. സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം ഭ്രാന്ത. അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും. നീ സമാധാനമായിട്ട് പോ. എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും? സോറി. ട്രീസിയും ബീനൊക്കെ എവിടെ? എവിടെ? അവരേത് പ്രോഗ്രാമിന് പോയി. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ, ബൈ. ബൈ. എന്നോട് പറയാതെ പോയല്ലേ, നീ വരട്ടെ. മീനു, മീനു, പ്ലീസ്. മീനു, പ്ലീസ്. മീനു, പ്ലീസ്. എന്താ ഇത്?
മീനാക്ഷി ഇവിടെ ഉണ്ടോ? ഇല്ല ഇവിടെ ഒന്നില്ല. ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു, കണ്ടില്ല. ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇല്ല, വന്നിട്ടില്ല. അല്ല, ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാ. എന്താ? അല്ല, മീനാക്ഷി എവിടെ? നീ വളരെ മീനാക്ഷി എവിടെ? ഇത് കുടിക്കേ. എനിക്ക് ചേട്ടത്തിനെ കാണണം. ചേട്ടത്തിന് എവിടെ പോയി? എനിക്ക് കാണണം. എനിക്ക് എന്റെ വീട്ടിൽ പോണം. നീ കിടക്ക്. ഫിസിക്കലി യു ആർ വീക്ക്. റെസ്റ്റ് എടുത്തേ പറ്റൂ. എനിക്ക് ചേട്ടത്തിനെ കാണണം. വേണ്ട, ഉടനെ നീ കാണണ്ട. ഹലോ. ഇവിടിപ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോണ്ടിരിക്കാൻ വയ്യ. മീനാക്ഷി അവനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്യാനൊക്കെ? അവളെ കാണിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അവള് പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത്. മീനു, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ. ചേട്ടച്ചൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. എന്നെ ശരിക്കും വേദനിപ്പിക്കണം, എന്നാലും എനിക്ക് സമാധാനമാവും. എന്റെ ചേട്ടച്ചനെ എനിക്കറിയാം. ദേഷ്യം വന്ന കണ്ണും മൂക്കും ഇല്ലാതെ എന്തും പറയും, എന്തും ചെയ്യും. പക്ഷെ കുറച്ചു കഴിയുമ്പോ ആളങ്ങ് മാറും. എന്നിട്ട് എന്റെ അടുത്ത് ഒന്ന് പറയും. അറിയാം, നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ്. നീ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ്. ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല, ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ. ഇവിടെ കളിക്കാൻ പോയിരിക്കാം. നീ അവരിട്ട് നോക്കാം. മഴയായിട്ട് ഇവിടെ കളിക്കാം. കമ്പെടുത്തിട്ട് രണ്ടെണ്ണം നോക്കിയപ്പോ ഇവിടെ ഉണ്ണി, മീനാക്ഷി ഒരു കാര്യം കേൾക്കാതെ മഴയത്തോടെ മീനാക്ഷി. മീനാക്ഷി, ഉണ്ണി, ഉണ്ണി. പറഞ്ഞ കേട്ട അവക്ക് നല്ല അട്ടിയാൻ പിന്നെ ഇനി പോയി മഴ നനഞ്ഞേച്ചു വന്ന് പനി പിടിച്ചു കയറി വന്ന അട്ടി.
മീനാക്ഷി എവിടെ? മീനാക്ഷി എവിടെ? അറിഞ്ഞൂടാ. എന്റെ ദൈവമേ. ചേട്ടച്ച. ചേട്ടച്ച. മീനാക്ഷിയാ. ചേട്ടച്ച. ചേട്ടച്ച. മീനാക്ഷി, മീനാക്ഷി, മീനാക്ഷി. എന്താ പറ്റുണ്ട് ചേട്ടത്തിന്? ചേട്ടച്ചൻ ഒന്നും പറ്റിയിട്ടില്ല. മോളല്ലേ ഉള്ളൂ അയാൾക്ക്. നീ നഷ്ടപ്പെട്ടു പോയി എന്ന് പേടിക്കുമ്പോഴുള്ള ഒരാദി, അത്രേ ഉള്ളൂ. മോള് വിചാരിച്ചാ മതി, ഒക്കെ ശരിയാവും. നീ ചേട്ടച്ചന്റെ പഴയ മീനാക്ഷി ആയാ മതി. കേൾക്കാറില്ല. പിടിച്ചിട്ട് ഒന്ന് കേൾക്കാതിരിക്കുക. എടുത്തുമിണ്ടണ്ട. എടുത്ത് കൊടുക്കാം. അട്ടി 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 വെച്ച് ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം. വേണ്ട, ഞാൻ ഇരിക്കും. മറ്റേ നോക്കും. ഞാൻ അല്ല, മീനാക്ഷി വന്നിട്ടേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാൻ അടി വെച്ചു കൊടുക്കും. ഇത്ര നേരമായിട്ട് ഞാൻ മീനാക്ഷി കാത്തിരിക്കുന്നു. അവളെ സത്യം വിളിക്കുകയുണ്ട്. നോക്കിയാ പിറന്നാളിന് അവളുടെ ഊണ് കഴിക്കാതെ വന്നെങ്കിലും പിറന്നാളിന് ഊണ് കഴിക്കാതെ ഞാൻ ഇവിടെ അവളെ കഴിക്കത്തില്ല. ഞാൻ ഉറങ്ങത്തുമില്ല.